അങ്ങനെ പഴനിമലയിലും പോയി ടപ്പിച്ചൻ്റെ മുടിയും മൊട്ടയടിച്ചു ഭഗവാനെ നന്നായി തൊഴുതതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് പോകാനുണ്ടായിരുന്നത് ഹിഡുമ്പമലയിലായിരുന്നു. അപ്പോൾ ഹിഡുമ്പമലയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെരുപ്പിടാൻ പറ്റില്ല നമുക്ക് മല കയറുമ്പോൾ. അതുകൊണ്ട് തന്നെ വെയിലാകുന്നതിനേക്കാൾ മുൻപ് വേണം പോകാനായിട്ട്. കാലത്തൊരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ടാകും. കാരണം മൊട്ടക്കുന്നല്ലേ, അതുകൊണ്ട് തന്നെ വെയിൽ ഡയറക്റ്റാണ് അടിക്കുന്നത്. ഭയങ്കര വെയിലായിരിക്കും, നമുക്ക് കാലൊക്കെ പൊള്ളിപ്പോവും. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചറിഞ്ഞത് കൊണ്ട് നമ്മൾ കാലത്ത് തന്നെ പോയി. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഹിഡുമ്പമലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം പോവുക, ഏകദേശം വെയിലൊക്കെ ഒന്ന് ആറി തണുത്തതിന് ശേഷം മല കയറാം. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്സ് കയറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഒരു ചെറിയ കോവിലുണ്ട്, അതാണ് പണ്ട് എല്ലാവരും തൊഴുതിരുന്ന ഇടുമ്പക്കോവിൽ കേട്ടോ. ഹിഡുമ്പമല എന്നും പറയും, ഇടുമ്പൻ മല എന്നും പറയും കേട്ടോ. പലയിടത്തും 2 രീതിയിലാണ് പറയണത്. ഏതാണ് ശരിയായിട്ടുള്ള വാക്കെന്ന് എനിക്കും ശരിക്കും അറിയില്ല. ചിലപ്പോൾ മലയാളവും തമിഴൊക്കെ പറയുന്ന സമയത്ത് ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസമായിരിക്കാം. പഴനിമലയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഹിഡുമ്പമലയുള്ളത്. ശരിക്കും ഇവിടുത്തെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ അഗസ്ത്യമുനി ശിവഗിരി, ശക്തിഗിരി അങ്ങനെയുള്ള 2 കുന്നുകൾ തെക്ക് അദ്ദേഹം താമസിക്കുന്ന വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ആ മലകൾ കൊണ്ടുപോകാനുള്ള ദൗത്യം പുള്ളിക്കാരനെ ഏൽപ്പിച്ചത് ഹിഡുമ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹിഡുമ്പൻ എന്താ ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ചുമലിൽ കാവടി കൊണ്ടുപോകുന്നത് പോലെ 2 മലകൾ തൂക്കിയിട്ട് കൊണ്ടുപോയിട്ടോ. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ മുരുക ഭഗവാൻ അച്ഛനമ്മമാരായിട്ട് പിണങ്ങിയല്ലോ, പഴത്തിൻ്റെ പേരും പറഞ്ഞിട്ട്. അങ്ങനെ മൂപ്പര് പിണങ്ങി വന്നിരിക്കുന്ന സമയത്ത് ഹിഡുമ്പൻ ഇങ്ങനെ വരുന്നത് കാണുകയും അവർ തമ്മിൽ യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ട് ഹിഡുമ്പൻ വധിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നന്മയുള്ള ഹിഡുമ്പനെ വീണ്ടും മുരുക ഭഗവാൻ പുനർജീവിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് പഴനിമലയുടെ കാവൽക്കാരനാക്കി അവിടെ കുടിയിരുത്തി എന്നും പറയുന്നു. അങ്ങനെ കുന്നിൻ്റെ അടിവാരത്ത് ഹിഡുമ്പൻ ഇപ്പോഴും പഴനിയുടെ കാവൽക്കാരനായിട്ട് നിലകൊള്ളുന്നു. ചില ആൾക്കാർ പറയുന്നുണ്ട്, തല മുണ്ടനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യുമല്ലോ വഴിപാട്, അത് ചെയ്തതിന് ശേഷം ആദ്യം ഹിഡുമ്പനെ വന്ന് മല കയറി വന്ന് തൊഴുതതിന് ശേഷം മാത്രമേ മുരുക ഭഗവാനെ പോയി തൊഴൂ എന്നൊക്കെ പറയുന്നു. പലരും പല രീതിയിലാണ് വന്ന് തൊഴുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ പുറകിലൊരു വശം ഉണ്ടെന്നുള്ളത് അറിയുന്നത്. ഏകദേശം 570 പടികൾ മാത്രമായിട്ടുണ്ട് കേട്ടോ. അതല്ലാതെ നടക്കുന്ന പാത വേറെ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഓരോ മണ്ഡപങ്ങൾ പോലെയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കായാലും ശരി മുതിർന്നവർക്കായാലും ശരി കയറി പോകുമ്പോൾ കയ്യിൽ വെള്ളം പിടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കയ്യിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ട് പോണതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞങ്ങൾ മല കയറി ഹിഡുമ്പൻ ക്ഷേത്രത്തിലെത്തി. അപ്പോൾ കോവിലിൻ്റെ ഉള്ളിലൊരു പൂജാരി ഉണ്ട്, എല്ലാവരും നിന്ന് തൊഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാരൻസിനെയൊക്കെ ശരിക്കും ആർക്കും അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. അവർക്ക് നല്ല അനുഭവ സമ്പത്തുള്ളത് കൊണ്ട് അവർ പെട്ടെന്ന് ഇങ്ങനെയുള്ള കുഴികളിലൊന്നും പോയി വീഴൂല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പൂജാരി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആൾ എന്നോട് കൈ നീട്ടാൻ പറഞ്ഞു. ആളെനിക്ക് ഭസ്മൊക്കെ തന്നു കേട്ടോ. ബാക്കിയുള്ളവരെയൊക്കെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരെയും ഇങ്ങനെ വിളിച്ചു. അപ്പോൾ എൻ്റെ അച്ഛനും ഇതേണ്ട അച്ഛനും വരുന്നില്ല. അവർക്ക് മനസ്സിലായി ഇതെന്തോ പണി കിട്ടാനുള്ള പണിയാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് അവരിങ്ങനെ വരുന്നില്ല. ഇല്ല എന്നിട്ട് അവർ മാറി നിൽക്കുന്നുണ്ട്. പൂജാരി ആ സമയത്ത് അവിടെ ഇങ്ങനെ പൂജ ചെയ്യുന്ന പോലെ എന്തൊക്കെ കാണിച്ചിട്ട് ആള് എന്നോട് കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ചരട് വെച്ച് തന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന്, എനിക്കറിയില്ലല്ലോ. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പൈസ തരാൻ പറഞ്ഞു. അതും ഒരു ചരടിന് അവർ 200 രൂപ വെച്ചിട്ടാണ് വാങ്ങിച്ചത്. ഭഗവാന്റെ മുന്നിൽ വെച്ചൊരു സാധനം തന്നത് കൊണ്ട് വേണ്ടാന്ന് എനിക്ക് പറയാനും പറ്റുന്നില്ല. എന്നാൽ ഈശ്വര എന്നെ പറ്റിച്ചല്ലോ. ഇത് അവരായിട്ട് മുൻകൈ എടുത്തെല്ലാം ചെയ്തിട്ട് നമ്മളോട് പൈസ ചോദിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളാരെങ്കിലും ഇതുപോലെ പോകുമ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കും ഓരോന്നും ചെയ്തു തരാമെന്നും പറഞ്ഞിട്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു സംഭവമാണ് ഉണ്ടാവാൻ പോണേ, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ പോകും എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് പൈസ തരാൻ വേണ്ടി പറയുമ്പോൾ കൊടുക്കാതിരുന്നാൽ അതൊരു ദോഷമായി മാറുമെന്നുള്ള പേടി കൊണ്ട് പൈസ കൊടുത്തു. അപ്പോൾ അച്ഛന്മാരൊക്കെ ഇങ്ങനെ നമ്മളെ ചീത്ത പറയുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് തന്നതുകൊണ്ട് അവിടെ വെച്ച് തന്നെ നമ്മളത് കെട്ടി. അങ്ങനെ നമ്മളെല്ലാവരും കയ്യിലതൊക്കെ കെട്ടിയിട്ടാണ് പിന്നെ തിരിച്ച് പടിയിറങ്ങി ഇങ്ങോട്ട് പോരുന്നത്. എന്തായാലും ശ്രദ്ധിക്കുക, പഴനിയിൽ പോകുമ്പോൾ ഏത് വിധേനയാണ് നിങ്ങളിൽ നിന്നും പൈസ പോവാൻ ചാൻസ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് മുന്നേ കൂട്ടി ഞാൻ പറഞ്ഞതാണ്, ഹിഡുമ്പൻ കോവിലിൽ പോകുന്ന ആൾക്കാർ ഫ്രീ ആയിട്ടാണ് തരുന്നത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പൈസ ചോദിക്കും. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. വട്ടാശനെ കാണാൻ നല്ല രസമല്ലേ, വിറ്റുമുത്തി.
വായമ്പിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെ പഴനിമലയും കണ്ടു, ഹിഡുമ്പമലയും കണ്ടു. ഇനി അടുത്തത് നമ്മൾ ഊരുമണ്ഡപം കാണാനാണ് കേട്ടോ പോണത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.